ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. അനു ആദീനെയും കൂട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ അധികം ഇവർ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സ്കേറ്റിംഗ് സ്കൂട്ടർ ഓടിക്കുന്നതാണെങ്കിലേ ഇന്ന് അവർ ബോൾ എടുത്തിട്ടാണ് വന്നിട്ടില്ലേ. ആ ബോള് ശരിക്കും ഫുട്ബോളാണോ അതോ ഹാൻഡ് ബോളാണോ ഏതാണെന്ന് എനിക്കറിയില്ല. ഏത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് ഉരുട്ടിക്കൊണ്ടെല്ലാമാണ് കളിക്കുന്നത് കേട്ടോ. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിന്. കാരണം ഇതൊരു ലീവിൻ്റെ ദിവസമാണ്. അന്നേരം കുറച്ച് സമയം അങ്ങനെ എപ്പോഴും പഠിത്തവും അതുമാത്രം പോരല്ലോ, പിള്ളേർക്ക് പുറത്തിറങ്ങിയിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് വേണമല്ലോ. അന്നേരം ഇങ്ങനെ അധികം അവർ ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ പൊതുവേ ഇങ്ങനത്തെ ഔട്ട്ഡോറിൽ അധികം ഇറങ്ങി കളിക്കാൻ നിൽക്കില്ല, ചൂടായതുകൊണ്ട്. ഇതിപ്പം വലിയ മോശമില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇറങ്ങിയത് കേട്ടോ. അജയേട്ടനാണെങ്കിൽ ചുമയലുണ്ടേ. നമ്മൾ കട്ടൻ ചായയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. ഓൾറെഡി ലേറ്റായി. അന്നേരം ചായ കുടിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. എന്നാലും ഒരു ഫ്ലാസ്കിൽ ചായ എല്ലാം എടുത്തിട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ കളിക്കാനുള്ള ഏരിയയിലുണ്ട്, റെസ്റ്റോറൻറ്റും സംഭവങ്ങളിലുണ്ട്. അത് ഒരു എന്താ പറയുക, എക്സസൈസ് ചെയ്യുന്നൊരു ഇതാണ്, ഒരു സെക്ഷനാണ്. വലിയവരെല്ലാം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. പിള്ളേരെ പ്ലേയിങ് ഏരിയ എന്ന് പറയാനാവില്ല. അന്നേരം നമ്മളിങ്ങനെ പിള്ളേരെ കളിക്കാനെല്ലാം വിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സസൈസ് എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ നമ്മ ഇങ്ങനെ മടി പിടിച്ചിട്ട് അവിടെ ചായലും കുടിച്ചുകൊണ്ടിരിക്കുന്നേ. അനുവാദ്യം കുറേ സമയം കളിച്ചിട്ട് അവർക്ക് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കളിച്ച് ഓടി തളരട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയത് തന്നെ. ഇങ്ങനെ ഓടി കളിക്കട്ടെ, ബോളെല്ലാം ആവുന്ന സമയത്ത് അതിൻ്റെ പുറകിലേ അങ്ങ് ഓടുമല്ലോ, കുറച്ചൊരു എക്സസൈസ് കണക്കി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം പിന്നെ കുറച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ദാഹം വന്നു. ബിസ്ക്കറ്റ് ഇവർ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ട്. ഇവർക്ക് ബിസ്ക്കറ്റെല്ലാം വലിയ കാര്യമാണ്. അന്നേരം ഒരു ഗ്ലാസ് വെള്ളമെല്ലാം എടുത്തിട്ട്, അല്ല അത് കയ്യിലുള്ളത് ബിസ്ക്കറ്റാണ് കേട്ടോ, പാർലേജി ബിസ്ക്കറ്റ്. ഇവർ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് പാർലേജി ബിസ്ക്കറ്റ്. അന്നേരം പാർലേജി ബിസ്ക്കറ്റ് കയ്യെല്ലാം വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പാർലേജി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ രണ്ടാളും. കുറച്ച് സമയം അവിടെ കളിച്ച് കഴിയുമ്പം പിന്നെ അന്നേരമാണ് അവർ ആ പാർക്ക് കണക്കത്തെ സംഭവം നോട്ട് ചെയ്തത്. അത്രയേരം ഇത് അധികം പോകുന്ന സ്ഥലം തന്നെ, എന്നാലും കളീൻ്റെ ത്രില്ലിൽ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായില്ല. അന്നേരം അവിടെ അധികം ആൾക്കാരോ ഒന്നുമില്ല. എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്, അതിനെ ആ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്. അന്നേരം ഇവർക്ക് അവരെ മുമ്പിലേ പോകാൻ ചെറിയൊരു ചമ്മൽ കണക്കുണ്ട്. എന്നിട്ട് അവർ വളഞ്ഞ വഴിയിലേ അതിൻ്റെ സൈഡിലെ ആ പുല്ലിലേ കയറി നേരെ അതിൻ്റെ അകത്തേക്ക് നടന്നിട്ട് പോവുകയെന്ന് കേട്ടോ. കണ്ടെങ്കിലുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട്. വലിയവരും എല്ലാവരും ആയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്നവർ, ചിലവർ പേരൻസ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം വെതർ മാറിയതോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഈ ഏരിയയിലെല്ലാം നല്ല തിരക്കായിരിക്കും. കാരണം കളിക്കാനെല്ലാം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ അല്ലേ, അതുകൊണ്ട് തിരക്ക് കുറച്ച് കൂടും കേട്ടോ കുറച്ച് അങ്ങോട്ടാവുന്ന സമയത്ത്. അതിൻ്റെ അകത്ത് കയറിയേരം പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി, അമ്മയും കൂടിയും വാന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞാനും അങ്ങോട്ട് പോയേ. ചേട്ടനാടി ഇരിക്കുന്നുണ്ട് അത്രേ. അന്നേരം അനുവാദി ഓരോന്നിൽ കയറി നോക്കുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയോ ആണ്. ഇങ്ങനെ പുള്ളപ്പെല്ലാം ചെയ്യുന്ന സംഭവമല്ലേ, അതെല്ലാം ആയിരിക്കണം ഇതെല്ലാം. അല്ലാണ്ട് ഇവർ അനുവാദി ഈ ഏണിമ കയറുന്ന കണക്ക് കയറുന്ന സംഭവമൊന്നും അല്ല ഇതൊന്നും. അന്നേരം അതിൻ്റെ ഇടയിൽ അനുവാദി ഇതെല്ലായിടത്തിലും കയറി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മേലും കഴിയുമ്പോൾ ഇതിനായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ശീലം വന്നവർക്ക് പ്രശ്നമില്ല, എപ്പോഴും വന്ന് ശീലമാവണം. അതങ്ങനെ എപ്പോഴെങ്കിലും ആഴ്ചക്കും സംക്രാന്തിക്കും വരുന്ന പോലെ നമ്മളിങ്ങനെ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ബോഡി പെയിൻ ആയിരിക്കും കേട്ടോ. അന്നേരം അതിൻ്റെ ഇടയിൽ ഇതിലിങ്ങനെ ഇരുന്നിട്ട് ആ സാധനം രണ്ട് സൈഡിൽ കൈ വെക്കുന്നില്ലേ, അത് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. അന്നേരം നമ്മളെ ബോഡി വെയിറ്റ് നമ്മൾ തന്നെ പൊക്കുന്നത് പോലെ അന്നേരം ഈ സാധനം സീറ്റ് അങ്ങ് പൊങ്ങും. കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അപ്പുറവും ഇപ്പുറവും പിടിച്ചിട്ട് അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അവർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രം. ഇതിപ്പം താഴ്ത്താനാണെങ്കിൽ തൊട്ടപ്പുറത്ത് അത് പൊക്കാനാണ്. ആ സാധനം മുകളിലോട്ട് പൊക്കണം. മുകളിലോട്ട് പൊക്കുമ്പോൾ ഈ സീറ്റ് ഇങ്ങനെ പൊങ്ങും. അന്നേരം നമ്മളെ ബോഡി വെയിറ്റാണ്. അന്നേരം നമ്മൾ ആ ഒരു കൈക്കും എല്ലാം കൂടിയിട്ടൊരു ആ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ. അങ്ങനെയുള്ള എന്തെല്ലോ സംഭവമുണ്ട്. 2-3 പ്രാവശ്യം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എൻ്റെ എല്ലാം കാര്യം പറയുന്നതാണ്. പിറ്റേ ദിവസം എനിക്കെല്ലാം മേലും കൈയും വേദനയായിരിക്കും കേട്ടോ.
അന്നേരം കുറേ സംഭവങ്ങളുണ്ട്, അവിടെയെല്ലാം ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികളെല്ലാം വന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ എന്തെന്ന് പറയില്ല, ഒരു വാക്കിങ്. ഇതിൻ്റെ ഒന്നും ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ജിമ്മിൽ പോകുന്നവർ നിങ്ങൾക്ക് അറിയുന്നതാണോ? എനിക്കറിയാത്തത് കൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പേരെല്ലാം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഈ ആദ്യം അന്നേരം അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് സമയം തൂങ്ങി നിൽക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കണ്ട പക്ഷെ വലിയ ഹൈപ്പെല്ലാം കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈഡിലേക്ക് വന്നു. അതിങ്ങനെ രണ്ട് കാലും അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യില്ല, കയ്യും കാലും ഒരുപോലെ ഇങ്ങനെ നടക്കുന്നൊരു ഫീല് കിട്ടും. അന്നേരം അവർക്ക് രണ്ടാളും കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു സൈഡിലും മറ്റാൾ മറ്റേ സൈഡിലും കയറിയിട്ട് ഇതാ കണ്ട ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഞാനിങ്ങനെ ചീത്ത പറയുന്നത് അങ്ങനെ നിൽക്കല, രണ്ടുപേരും ഒരാൾ മാത്രമായിട്ട് നിന്നിട്ട് കാണിച്ചു കൊടുക്കുന്നെല്ലാം പറയുന്നത്. പക്ഷെ അതവർ കേൾക്കുന്നില്ല കേട്ടാ. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാനാണെന്ന് പറയുമ്പം അന്നാടും ഒരാളങ്ങ് ഇറങ്ങി കണ്ട. ആദ്യം അന്നേരം പിടിച്ചുന്തിടാൻ വേണ്ടിയിട്ട് അത് പിടിച്ച് വലിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. കുറച്ച് നന്നായിട്ടൊരു കാലിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ കൈയിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ ഒരുപോലെ നടക്കുന്ന സംഭവം അല്ലേ. നല്ല സംഭവമാണ് കേട്ടോ. പക്ഷേ അങ്ങനെ കുറച്ച് സമയം എടുക്കും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും ഒരുപോലെ അങ്ങ് ഒരു പോക്ക് പോകും. എന്തായാലും നമ്മൾ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടുള്ള കളിക്കും. പക്ഷേ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. പിന്നെ എടുത്തത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തത്. അന്നേരം എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കുന്നത് ഇതുപോലെയാണ്. അന്നേരം ഞാൻ അങ്ങനെ അതാണെന്ന് തോന്നുന്നതെന്ന് പറയുമ്പോൾ അവളത് കുറച്ച് സമയം ഇങ്ങനെ ട്രൈ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് അറിയൽ നാളെ ആയിരിക്കും കേട്ടോ. വേദന എന്ന് പറഞ്ഞിട്ട് വരുമോന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ആ ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എത്രയായിട്ട് എഴുന്നേറ്റ് വന്നിട്ടൊന്നുമില്ല. ചുമയായതുകൊണ്ട് ആളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലൊരു ഫ്രഷ് എയർ ശ്വസിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണേ. നല്ല ചുമയുണ്ടായിന്. പിന്നെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് സംഭവം എന്തെന്നാണെന്ന് എനിക്ക് അത്ര വലിയൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു ഫാമിലി ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടായിന്. അന്നേരം എനിക്ക് മനസ്സിലായി ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനായിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഞാൻ അനുവാദ്യം ചാടിപ്പോയിട്ട് അവിടെ കിടന്നു കേട്ടാ. നല്ല രസമുണ്ടായിന് ഇങ്ങനെ ഊഞ്ഞാലെല്ലാം കിടക്കുന്ന പോലെ, തൊട്ടിലെല്ലാം കിടക്കുന്നത് പോലെ. എന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അന്നേരം അനുവാദി കിടക്കുന്നതാണുമ്പോൾ എനിക്കൊരു ഇതായി ആകാംക്ഷയായി, ഒരു എക്സൈറ്റഡ് ആയി ഞാൻ അന്നേരം അവരെഴുന്നേറ്റ് വിടുന്നേ ഞാനവിടെ കിടന്നു. അനുവാദിൻ്റെ സൈഡിലേൽ ഇങ്ങനെ ഒരു മരം പോലെ, മരത്തിൻ്റെ തടി ഇങ്ങനെ വെച്ചതുപോലെ ഉണ്ടായി. അതിലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് ഇതിപ്പോൾ ഒരു ഇങ്ങനെ എന്താ പറയുക ഗേറ്റ് കണക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ അനുവാദിയും കണ്ട അവൾ അവിടെ തുറക്കാൻ കിട്ടുന്നില്ല. ഒരു സമയത്ത് അത് ക്ലോസ് ആയിട്ടുണ്ടാവും കേട്ടോ. അന്നേരം അങ്ങനെ ഇതൊരു ഗേറ്റൊക്കെ ഉണ്ട്. അന്നേരം പിള്ളേരെല്ലാം സേഫാണ് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റാണ് വരുന്നത്. ഈ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്ത് ഇതുപോലത്തെ സ്ഥലം തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പ്ലേ ഏരിയ ആയിരിക്കും, കിഡ്സ് ഏരിയ ആണ്. അന്നേരം അനുവാദി ഇവിടെ വന്നിട്ട് അവിടത്തേക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ കുറച്ച് സമയം കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്നേരം ഇങ്ങനെ സൈഡിലേക്ക് പോവേനെ. അന്നേരം ലൈറ്റ് അടിയിൽ നിന്ന് ലൈറ്റ് വരുന്നത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ഇവർ ഓടേന്ന് വേഗം ചാടി കയറാൻ വേണ്ടി. തിരക്കുണ്ടാവും. ഇവരധികം തിരക്കെല്ലാം ഉണ്ടാവുന്നിടത്ത് ഇവർക്ക് കുറച്ച് താല്പര്യക്കുറവാണ്. അന്നേരം തിരക്കുണ്ടാവുമോ ഉണ്ടാവാതിരിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ രണ്ടാളും പോകുന്നത് തന്നെ.
പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. അവിടെ എത്തുമ്പോൾ തന്നെ ചാടി അങ്ങ് കയറിയേ, അവിടെ തുറന്നിട്ടുണ്ടായിനി. അന്നേരം ചാടി അങ്ങ് കയറി. അപ്പോഴേക്കും ആൾക്കാർ 1-2 ആൾക്കാർ കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടു. അന്നേരം ഞാനെന്നാട് വേഗം ഏതെങ്കിലും ഒരു സൈഡിൽ മൂലൊക്കെ ഇരിക്കുക, ഇവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അജയേട്ടൻ അങ്ങ് അവിടെ ഉണ്ട് അത്രേട്ടാ, ചേട്ടൻ വന്നിട്ടുണ്ടായിട്ടില്ല. അന്നേരം ഞാൻ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു മഷ്റൂമിൻ്റെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. അവിടെ കുറേ കുഞ്ഞു മഷ്റൂം കണക്കത്തെ സംഭവമുണ്ട്. അവിടെ ഇരിക്കാനല്ലേ സ്ഥലം കേട്ടോ. അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ കളിക്കുന്നതെല്ലാം നോക്കിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളെല്ലാം വരുന്നുണ്ടായിനെ. ചെറുതൊരു 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെല്ലാം ഈ സ്കേറ്റിംഗ് സ്കൂട്ടർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതും എല്ലാം ചെയ്യുന്നുണ്ടായിന് കേട്ടാ. അന്നേരം അനുവാദി അവരെ കൂടെ കളിക്കുന്നതും. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഷ ഏത് നാട് ഇതൊന്നും ഒരു സംഭവം ഒരു വിഷയമല്ലല്ലോ. പിള്ളേരുടെ ഇടയിൽ കളിക്കുന്ന സമയത്ത് ഇവർക്ക് ഭാഷയും ഒന്നും ഒരു വിഷയമല്ലല്ലോ. എന്താ പറയല്, അങ്ങനെ ഒരു വെറുതിരിവ് പോലെയാണ്ട് ഇവർ കുറച്ച് സമയം അവരുടെ കൂടെ എല്ലാം കളിച്ച് അന്നേരം പിന്നെ പിള്ളേരുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്കേറ്റിംഗ് സ്കൂട്ടറെല്ലാം ഞാനവിടെ ഇരിക്കുന്നതല്ലേ, വേറെ ആരും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. ആൾക്കാർ പാരൻസ് എല്ലാം പുറത്താണ് ഉണ്ടായി, ഇതിൻ്റെ അകത്ത് വേറെ ആരും ഇരിക്കുന്നതൊന്നും ഉണ്ടായില്ല. അന്നേരം എന്നോട് പറയുന്നത് ഇതാ കണ്ട ഞാനിവിടെ പാർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുഞ്ഞ് പൊടി പിള്ളേർ ഈ പറഞ്ഞ കണക്കെ സ്കേറ്റിംഗ് സ്കൂട്ടറും അതും ഇതെല്ലാം അവിടെ വെച്ചിട്ട് പോവുകയെ ഞാൻ ടേക്ക് കെയർ ചെയ്യണം അത്. ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കും. ഇവരവിടുന്ന് കളിക്കും, അപ്പുറം സൈഡിൽ നിന്നെല്ലാം കളിക്കും. പക്ഷേ എൻ്റെ പെർമിഷൻ ചോദിക്കും കേട്ടോ, നല്ല ഇതൊന്ന് അങ്ങനെ ചെയ്യാവോ, can I പാർക്ക് ചെയ്യാറെന്നെല്ലാം ചോദിച്ചിട്ടാണ് വരല്. പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് അനുവിനധികം മടുത്തു എന്ന് തോന്നുമ്പോൾ മേലെ നമ്മൾ അങ്ങോട്ട് നടന്നു വിട്ടു. ചേട്ടനും പിന്നെ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേൽ ഒന്ന് ഒരു ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്താ ലേറ്റ് ആയല്ലോ, അങ്ങനത്തെ എല്ലാം സംഭവമാണ്. പിന്നെ നമ്മൾ വണ്ടിയിലിരിക്കുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. അനു ആദ്യം പുറകിലിരുന്നിട്ട് അതിലോ കോപ്രായം കളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഇട്ടാ, ഒരു കുഞ്ഞു വീഡിയോ ആണേ. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കൂല. ഒരു അടക്ക രസമാണ് ഫ്രണ്ട്സ്. വെള്ളപ്പാട്ട് ലേഡി ബഗ് ആർക്കെങ്കിലും ഇഷ്ടം കമന്റ് പറയൂ. ലേഡി ബഗ് ഇവിടെയാണ് കമന്റ്. ഇവിടെ പറ